ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വേറൊന്നിനുമല്ല, മലയാളത്തിൽ തന്നെ മോസ്റ്റ് അവൈറ്റഡ് മൂവി ആയിട്ടുള്ള എമ്പുരാന്റെ ടീസർ റിലീസ് കഴിഞ്ഞിരിക്കുന്നു. അതെ, ജാനുവരി 26, 2025 ഒരാ എന്താ പറയണ്ടേ, നമ്മുടെ എമ്പുരാന്റെ ടീസർ റിലീസ് ചെയ്തിരിക്കുന്നു വൈകിട്ട് 7 മണിയോടുകൂടെ. അപ്പം നമുക്ക് അതിനെപ്പറ്റിയുള്ള റിയാക്ഷൻ ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഇന്ന് നമ്മുടെ റിപ്പബ്ലിക് ഡേ ആണ്. ഈ ജാനുവരി 26 വേറൊരു പ്രത്യേകതയുണ്ട്. ആശീർവാദ് സിനിമാസിന്റെ ആദ്യത്തെ സിനിമയായിട്ടുള്ള നരസിംഹം ഇറങ്ങി 25 വർഷം തികഞ്ഞ ദിവസം കൂടിയാണ് കേട്ടോ ഇന്ന്. അപ്പം ആ സിനിമയുടെ ഒക്കെ അനുസ്മരണം വെച്ചിട്ടാണ് അവരിന്ന് ഒരു വൻ ഗ്രാൻഡ് പരിപാടിയായിട്ട് തന്നെ ടീസർ റിലീസ് ചെയ്തിരിക്കുന്നത്. ടീസർ ഞാൻ കണ്ടു, വളരെ മനോഹരമായ ഷോട്ടുകളും ഒക്കെ കൂടെ ചേർത്ത്, എന്നാൽ ഫുൾ വിദേശ രാജ്യങ്ങളിലുള്ള ഷോട്ടുകളാണ് കൂടുതലും കാണിച്ചിരിക്കുന്നത്. കേരളത്തിലൊക്കെയുള്ള വളരെ കുറച്ച് ഷോട്ടുകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതിൽ വളരെ മോസ്റ്റ് എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പറയേണ്ട, ഭയങ്കരമായി ടെക്നിക്കലി ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് ടീസർ കാണുമ്പോൾ തോന്നുന്നത്. ഇനി എന്തായാലും നമുക്ക് മാർച്ച് 27, 2025 സിനിമ ഇറങ്ങുമ്പോൾ ബാക്കി അതിന്റെ കാര്യങ്ങളാണ്. അതിനിടയ്ക്ക് നമുക്ക് അതിന്റെ ട്രെയിലർ വരുമായിരിക്കും. ട്രെയിലർ വരുമ്പോൾ ബാക്കി കുറെ കൂടെ നമുക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. പക്ഷെ ഇപ്പം ടീസറിൽ അവർ വളരെ കുറച്ച് കാര്യങ്ങൾ തന്നെ കാണിച്ചു. പക്ഷെ നമ്മുടെ പൃഥ്വിരാജ് ടീസർ ലോഞ്ചിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇത് വളരെ ചെറിയൊരു സിനിമയാണെന്ന്. പക്ഷെ ഇത് കണ്ടിട്ട് ചെറിയൊരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ബൃഹത് പദ്ധതി തന്നെ, പുള്ളിയുടെ തന്നെ ഒരു ബൃഹത് ഭാവനയിലുള്ള ഒരു പദ്ധതി തന്നെയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും എമ്പുരാന്റെ റിലീസിനായിട്ട് കാത്തിരിക്കാം മാർച്ച് 27, 2025 അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള റിയാക്ഷൻസ് പറയാം. അതിനിടയ്ക്ക് ട്രെയിലർ വരുവാണെങ്കിൽ അതിന്റെ എന്തായാലും ഉറപ്പായിട്ട് ഒരു ट्रेलर रिएक्शन है। हाय फ्रेंड्स, आज मैं आया हुआ मोस्ट अवेटेड मलयालम मूवी एम्बुरान का वो टीजर आज लॉन्च हुआ था 7 बजे के आसपास। उसका एक रिएक्शन वीडियो लग रहा है। एम्बुरान करके एक मूवी मलयालम में आ रहा है, वो क्या लूसीफर का सेकंड पार्ट करके उसका एक ये आ रहा है। वो उसमें पृथ्वीराज और मोहनलाल का कॉम्बिनेशन में जो लूसीफर जैसे उसका ही कंटिन्यूशन करके एक मूवी आ रहा है। इसका जो टीजर में जो दिखाया हुआ शॉट्स वगैरह बहुत बढ़िया शॉट्स है, टेक्निकली ब्रिलियंट शॉट्स करके बोल सकता है। जो जो शॉट्स दिखाया है वो पूरा क्या बोल रहा है, फॉरेन कंट्रीज में शॉट किया हुआ वैसे शॉट्स है, और जो केरला में शॉट किया वो थोड़ा ही शॉट्स दिखाया हुआ है। लेकिन वो मूवी का जो एक्सपेक्टेशन था उससे थोड़ा और बढ़ाने वाला टीजर ही आया हुआ है। आप लोग भी देख लो, आप लोग भी पसंद आ जाएगा, क्योंकि उसमें जो जो चीजों से यूज किया है, ടെക്നിക്സ് യൂസ് हो रहा है, बीजीएम कैसे है वो भी आपको पसंद आ जाए। പിന്നൊരു കാര്യം ഞാൻ ഇതിനകത്ത് പറയാൻ വേണ്ടി വന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ബിജിഎം, ആ ബിജിഎം ഒക്കെ, ആ ടീസറിലുള്ള ബിജിഎം ഒക്കെ വളരെ മനോഹരമായ ഒരു ബിജിഎം തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കൂടെ കേട്ടപ്പോൾ തന്നെ ഒരു നല്ലൊരു എക്സ്പെക്ടേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്തായാലും പ്രശാന്ത് നീലിന്റെ കൂടെ പോയി പൃഥ്വിരാജ് പഠിച്ച കാര്യങ്ങളൊന്നും മറന്നിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു. കാരണം സലാറിൽ എന്തായാലും പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്ത് ഉള്ള പരിചയം ഉണ്ടല്ലോ. അത് വെച്ചിട്ട് ഒന്നുകൂടെ लूसीफर ഒന്നുകൂടെ മികച്ചൊരു സിനിമയാക്കാൻ വേണ്ടിയായിരിക്കും പൃഥ്വിരാജ് ട്രൈ ചെയ്യുന്നത്. तो आप लोग भी टीजर लग देना, फिर उसका रिएक्शन का कमेंट कर देना. അപ്പൊ നിങ്ങളെല്ലാം ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കമന്റ് ഒന്ന് കമന്റ് ബോക്സിൽ ചെയ്യുക, ടീസറിന്റെ റിയാക്ഷൻ.